സാരമില്ല, പഴയ പാട്ട് കേൾക്കുന്ന ആൾക്കാരെ തന്ത വൈബ് എന്ന് വിളിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞു വന്നത്. സിറ്റുവേഷൻ വെച്ച് തന്നെ കട്ടിയണ്ട. സ്കൂളിലും കോളേജിലും പഠിക്കാൻ നമുക്ക് അത്ര ആലോചിക്കണ്ട, അവര് വിഷമിക്കണ്ട എന്ന് കരുതി നമ്മൾ പറയും, നമ്മൾ പലതും പറയാതിരിക്കും. ഏത് പ്രായത്തിലും തന്ത വൈബും തള്ള വൈബും വരാം. നമുക്ക് നമ്മുടെ എൽഡർ സിബ്ലിങ്സിനെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ചേച്ചി, നമ്മൾ ഇന്ന് എന്തിനെ പറ്റിയാ സംസാരിക്കുക? ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു ടോപ്പിക് കിട്ടുന്നില്ല. ചേച്ചിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടോ? ടോപ്പിക് കിട്ടുന്നില്ലല്ലേ? ഇല്ല. നമുക്ക് തന്ത വൈബ് തള്ള വൈബിനെ കുറിച്ച് സംസാരിക്കാം. അതൊരു നല്ല ടോപ്പിക്. ഇപ്പൊ ട്രെൻഡിങ് ആണ്. എല്ലാരും പറയും എന്ത് ചെയ്താലും ഈ തള്ള വൈബാണല്ലോ എന്ന്. അതൊരു നല്ല ടോപ്പിക്കാ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് തന്ത വൈബ്? തന്ത വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ ചെയ്തിരുന്ന, ഇങ്ങനെ എടുത്തു ചാടി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇരുത്തി ആലോചിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും തള്ള വൈബിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിനെയാണ്. നമ്മുടെ ഈ ജെൻ സി എന്ന് വിളിക്കുന്ന ഈ പുതിയ തലമുറയുണ്ടല്ലോ, അവരെക്കാളും ഒരു ജനറേഷൻ മുന്നേ ഉള്ള ആൾക്കാരെ പലപ്പോഴും തന്ത വൈബ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അവർ ചിന്തിക്കുന്ന രീതിയിലല്ല അവരുടെ മുന്നത്തെ ജനറേഷൻ ചിന്തിക്കുക. അപ്പോൾ തന്ത വൈബും കൊണ്ട് വരുന്നുണ്ട് എന്ന് പറയും. പക്ഷേ അതിനും അപ്പുറത്ത് ഒരേ ജനറേഷനിലുള്ള ആൾക്കാർക്കിടയിൽ നമ്മളൊരു ഗ്രൂപ്പ്, ഇപ്പോൾ നമ്മളൊരു കോളേജിൽ നിന്ന് ഒരേ സമയത്ത് പാസ് ഔട്ടായ ആൾക്കാർ ഇപ്പം കാണുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേരെ ആയിരിക്കും പറയുന്നത്, അയ്യോ തന്ത വൈബ് എന്ന് പറയുന്നത്. കളിയാക്കും, ഭയങ്കരമായിട്ട് കളിയാക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ തന്ത വൈബ് ഇത്ര കളിയാക്കപ്പെടേണ്ട ഒരു വൈബാണോ, അത്ര കുഴപ്പം പിടിച്ചൊരു വൈബാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്ര കുഴപ്പമുള്ള വൈബല്ല ഈ തന്ത വൈബ്. ജെൻസി വിളിക്കുന്ന ടോണ് വേറെയാണ്, നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആക്ച്വലി എന്താണ് ഈ തന്ത വൈബ്? ഈ തന്ത വൈബിന് പല 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 എക്സാമ്പിളുകൾ നമ്മുടെ ചുറ്റിനും തന്നെയുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, പണ്ട് നമ്മൾ എടുത്തു ചാടി എടുത്തിരുന്ന തീരുമാനങ്ങളും എന്താ പറയുക ഡിസിഷൻസൊന്നും നമ്മളിപ്പോൾ അത്ര എടുത്തു ചാടി എടുക്കില്ല. നമ്മളൊന്ന് ആലോചിച്ചിട്ട് എടുക്കുള്ളൂ. തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പണ്ട് എന്തെങ്കിലും ഒരു രാത്രിയിൽ ഫ്രണ്ട്സിന്റെ കൂടി ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു 12 മണിൻ്റെ ഒരു പുറത്തു പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 12 മണിക്ക് പുറത്തു പോയിട്ടുണ്ട്, ഒരു 3 മണിക്ക് വന്ന് കിടന്നാൽ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ റെഡി ആയിട്ട് പോകും. ഓഫീസിൽ പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകും, നമ്മൾ കോളേജിൽ പോകും, നമ്മളതിന് ഓക്കെ. പക്ഷെ ഇപ്പം നമ്മൾ 10 മണിക്ക് ശേഷം ഒരു പരിപാടി പിടിക്കണമെങ്കിൽ നമ്മൾ 10 മണിക്ക് ഞാൻ പുറത്തു പോയാൽ എപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റും, എപ്പം തിരിച്ചു വന്നിട്ടുണ്ട് എനിക്ക് എത്ര മണിക്കൂർ ഉറക്കം കിട്ടും, എനിക്ക് ഇത്ര മണിക്കൂർ ഉറക്കം കിട്ടും, എൻ്റെ ബ്രെയിൻ എത്രത്തോളം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ പോയി ഇത്ര ചായ കുടിക്കേണ്ടി വരും, എപ്പോൾ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഞാൻ ലേറ്റായി എഴുന്നേറ്റ് സ്കിപ്പ് ആവേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അത് അത്രയും പൈസ അവിടെ പോകും. അല്ലെങ്കിൽ എനിക്ക് ആ ഫുഡ് ആ ലൊക്കാലിറ്റിയിൽ ആകെ കൊള്ളാവുന്നൊരു കട അതാണ്, അവിടുത്തെ കടയിലെ ഫുഡ് എനിക്ക് സെറ്റ് ആവത്തില്ല. ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു ഓക്കെ അപ്പോൾ അവസാനത്തെ ഉത്തരം ഇന്ന് രാത്രി ഓഫുള്ള ദിവസത്തിൽ നമുക്ക് പോകാം എന്ന് തീരുമാനത്തിലേക്ക് വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ എല്ലാ കാര്യവും കൂടെ ഒരുമിച്ച് ആലോചിക്കും. സ്കൂളിലും കോളേജിലും പഠിക്കാൻ നമുക്ക് അത്ര ആലോചിക്കണ്ട. എനിക്ക് തോന്നുന്നത് ഓക്കെ എല്ലാവരും കൂടെ ഒരു വൈബ് പിടിക്കുന്നു, എല്ലാവരും പോകുന്നു, എല്ലാവരും വരുന്നു. അത് നമുക്ക് പിറ്റേ ദിവസം തലവേദന വന്നാൽ പോലും നമുക്ക് മനസ്സിലാവില്ല തലേദിവസം ഉറക്കൊളച്ചതിന്റെ ആണെന്നോ. അത്തരം സാധനങ്ങളൊന്നും നമ്മുടെ തലയിൽ ഉണ്ടാവത്തേ ഇല്ല. ആ വൈബ് എന്താണോ ഇങ്ങനെ ഒരു അപ്പൊ ഒരു എന്താ പറയാ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഒരു സാധനത്തിൽ നമ്മള് എടുത്ത് ചാടി പോകും. പക്ഷെ ഇപ്പൊ നമ്മളോട് നമ്മുടെ ഒരേ ഗ്രൂപ്പിലുള്ള ആളുകൾ പറഞ്ഞാലും നമ്മൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയും. ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ പിന്നെ കൂട്ടത്തിലുള്ളവർ തന്നെ വിളിക്കും, അയ്യോ അമ്മച്ചി നീ വരണ്ട, നീ പരിപാടിക്കില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല, നീ വരണ്ട എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ പ്രാക്ടിക്കൽ ആകുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി ഒരു റുട്ടീനുകളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബോധമുണ്ടാവും. അതായത് ഇത്ര മണിക്ക് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ സമാധാനമായിട്ട് എനിക്ക് രാവിലെ എണീറ്റിട്ട് എൻ്റെ ആ ദിവസം പെർഫെക്റ്റ് ആയിട്ട് പോകും. കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് കാര്യം. മറ്റേത് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നല്ല, അത്രയും റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യമേ അവിടെ ഉണ്ടായിരുന്നിരിക്കുള്ളൂ. പക്ഷെ പലർക്കും പല എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ കുറച്ചും കൂടി അടുക്കും ചിട്ടയായിട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അങ്ങനെയുള്ള പല മാറ്റങ്ങളും അറിയാതെ തന്നെ വന്നു പോകുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നവരുമുണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തണം എന്ന് പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നവരുമുണ്ട്. അപ്പം അത് തള്ള വൈബ് എന്ന് ഞാനും വലിയ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാനും കേൾക്കാറുണ്ട്. കൂട്ടുകാർ തന്നെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇടുന്നതിൽ അടക്കം നമുക്ക് മാറ്റം വരുന്ന ഒരു സമയമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഫാഷൻ ഫോളോ ചെയ്യാൻ
ശ്രമിക്കും, ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലാന്നല്ല, അങ്ങനെ ചെയ്യുന്നത് മോശമാണെന്നല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ട് ഓഫീസിൽ നമ്മൾ ഇത്ര മണിക്കൂർ ഇരിക്കുമ്പോൾ, നമ്മൾ പുറത്തു പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കംഫർട്ടായിട്ട് മൂവ് ചെയ്യാനും ഇരിക്കാനും ചെയ്യാനും കുനിയാനും നിവരാനും ഒക്കെ പറ്റുന്നത് എന്താണോ അത്തരം ഡ്രസ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്താറുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ചിലപ്പോൾ സാരി, ഒരു വുമൺഹുഡ് ഭയങ്കര എൻജോയ് ചെയ്യാനൊക്കെ നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമ്മളെ തള്ള വൈബ് എന്ന് വിളിക്കാറുണ്ട്. പൊട്ടുകുത്തി വലിയ റൗണ്ടിലുള്ള പൊട്ടുകുത്തോ, നേരത്തെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, ഇപ്പൊ നമ്മൾ ചെയ്യുമ്പം അത്തരം വിളികൾ കേൾക്കാറുണ്ട്. അതുപോലെ നമ്മള് എന്റെ കൂട്ടുകാർ അമ്പലത്തിൽ പോകുമ്പോ ഇപ്പം ഭയങ്കര കുലസ്ത്രീയായി, ദൈവവിശ്വാസം തുടങ്ങി, പ്രായത്തിന്റെ ആക്ച്വലി അത് മാത്രമല്ല, ചിലർക്കതൊരു പോസിറ്റീവ് ആയിട്ടായിരിക്കും അവർ അമ്പലത്തിൽ പോകുന്നത്. ഇപ്പം ഞാൻ അണിഞ്ഞൊരുങ്ങി അമ്പലത്തിൽ പോകാറുണ്ട്, ഓരോ ഓളത്തിനങ്ങ് പോകാറുണ്ട്. പക്ഷെ നമ്മൾ അത്തരം വിളികൾ എന്ത് ചെയ്താലും നമ്മൾ പണ്ട് ഞാൻ സ്കിൻ ഫിറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പ് ഇട്ടിരുന്നതിൽ നിന്ന് ഇപ്പൊ ഞാനൊരു ഭയങ്കര ഫ്രീ സൈസ് കുർത്തിയൊക്കെ ഇടാറുണ്ട്. അപ്പൊ ആളുകള് നീ ഇപ്പം തള്ള വൈബായി എന്ന് പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി അത് നമ്മുടെ കംഫർട്ടിലേക്ക്, എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം കംഫർട്ടിനനുസരിച്ച്, പണ്ട് നമ്മൾ എന്താ പറയാ ഹാപ്പിനെസ് ആണ് കൂടുതൽ, ഓക്കെ അത് ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. ഇപ്പൊ നമ്മൾ ഹാപ്പിനെസ്സിനൊപ്പം പ്രാക്ടിക്കലും കൂടെ ആവും. അത് നമ്മുടെ ഒരു റെബല്യസ് നേച്ചർ കുറച്ചുകൂടെ കുറയും. പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കിൻ ഫിറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പും ഇട്ട് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവന് 4 എണ്ണം തിരിച്ച് പറയണം എന്നൊരു സാധനം ഉണ്ടാവും. എന്താടാന്ന് ചോദിച്ചാൽ, അല്ല എടീന്ന് വിളിച്ചാൽ എന്തടാ എന്നിട്ട് ചോദിക്കാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ എന്നെ കൊണ്ട് അതിനൊന്നും എനർജി ഒന്നും ഇല്ല, എന്തെങ്കിലും പറയണ്ട. അതിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, ഇപ്പൊ വീട്ടിൽ ആണെങ്കിൽ പോലും ചില റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ പറയല്ലോ ചൊറി പിടിച്ച സാധനം വരുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കാര്യമാണ് കല്യാണം. ഏത് ബന്ധു വീട്ടിൽ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷന് പോയാലും ഏതെങ്കിലും ആൻറ്റിമാരോ അങ്കിളുമാരോ കാണും നമ്മളെ പിടിച്ചിരുത്തി അങ്ങ് ഉപദേശിക്കുന്നവർ. അപ്പോൾ ഒരു 20-25 പ്രായം ആ സമയത്തൊക്കെ ഉപദേശിക്കാൻ വരുന്നവരെ നമ്മൾ അങ്ങോട്ട് ചാടിക്കടിക്കാൻ ചെല്ലുമായിരുന്നു. എല്ലാവരും ആണെന്നല്ല, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം, കല്യാണമാണോ ജീവിതത്തിൻ്റെ അവസാനം എന്നൊക്കെ ചോദിച്ചത് നമ്മൾ പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ കല്യാണം കഴിക്കുന്നില്ല, ആലോചിക്കാം, പപ്പയും മമ്മിയും നോക്കുന്നുണ്ട്, മാട്രിമോണിയിൽ ഇട്ടിട്ടുണ്ട്, പെണ്ണ് കാണുന്നുണ്ടാവില്ല, ഒന്നും ചെയ്യൂല. കാരണം നമുക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിൽ തർക്കിക്കാൻ നമുക്ക് മെന്റൽ എനർജി ഇല്ല. കാരണം നമുക്ക് മനസ്സിലാവും നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ മാറാൻ പോകുന്നില്ല, അത് അവരങ്ങനെയാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അവരെ എന്തായാലും നമുക്ക് തിരുത്താൻ പറ്റൂല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴുണ്ടാവുന്ന ഒരു വെർബൽ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അത് ഹീറ്റഡപ്പായി നമ്മുടെ എനർജിയും പോയി, നമ്മുടെ മനസ്സമാധാനവും പോയി. എന്തിനാണ് നമ്മൾ ഈ പരിപാടിക്ക് വന്നത് എന്ന് നമ്മൾ ആലോചിക്കും. പിന്നെ അതിന്റെ ദേഷ്യം മുഴുവൻ നമ്മൾ പിടിച്ചു വലിച്ചോണ്ട് വന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ കല്യാണത്തിന് വന്നത്, ഇയാളുണ്ടെങ്കിൽ വരത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഇങ്ങനെ ചിരിച്ചു ഇങ്ങനെ ഇരിക്കും, നമുക്ക് നോക്കാം, ശരിയാക്കാം, ശരി പറയുന്നതിൽ കറക്റ്റ് ആണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ കുറച്ച് ലൈറ്റ് ആക്കി വിടും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി അവിടെ വേസ്റ്റ് ചെയ്യാൻ നമുക്ക് മെന്റൽ പീസ് വേണം, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനങ്ങ് വിട്ടു, എന്തേലും ആട്ടെ പുല്ല് എന്ന് പറയുന്നൊരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ പോയി പോകും. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ അത് ആ സിറ്റുവേഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ആളുകൾ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഓക്കെ അവിടെ നമ്മൾ ആണ് ഇനി ആക്ട് ചെയ്യാനുള്ളത്. അതിനോട് ഇങ്ങനെ തർക്കിച്ച് പോയിട്ടൊരു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നതിലേക്ക് നമ്മൾ എത്തുന്നതാണ്. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിലും നമുക്ക് ഒരുപാട് മാറ്റം, അതായത് നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ എവിടെയോ ഒരു റീൽ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, പണ്ടൊക്കെ 2 പൊറോട്ട അല്ലെങ്കിൽ 3 പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടർ മാത്രമായിരുന്നു. ഇപ്പൊ അതൊരു ഫുൾ മീലാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ബോഡി നമുക്ക് സിഗ്നൽ തന്നു തുടങ്ങും, നമ്മൾ ആ കഴിച്ചതിന്റെ ഒക്കെ എങ്ങനെ റിയാക്ട് ചെയ്ത് തുടങ്ങും. ചില ഫുഡ് കഴിച്ചാൽ നമുക്ക് ഗ്യാസ് വരാൻ തുടങ്ങും, കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് വരാൻ തുടങ്ങും, തലവേദന വരാൻ തുടങ്ങും. പിന്നെ എന്താ പറയുക, കൃത്യസമയത്ത് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരും, ഇല്ലേ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി തരുന്ന സിഗ്നൽസ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അതായത് പണ്ട് രാവിലെ ബർഗറോ ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ഇപ്പം പതുക്കെ ഗോതമ്പ് കഞ്ഞിയോ അവിലോ ഒക്കെ കഴിച്ചു തുടങ്ങും. അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, പണ്ട് വീട്ടിൽ നിന്നിട്ട് ഇന്നിവിടെ ഇതാണോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പുറത്തുനിന്ന് കഴിക്കുന്നില്ല, ഹോം കുക്ക്ഡ് ഫുഡ് നല്ലത് പറയും. ഉണ്ടല്ലേ? ക്യാമറമാൻ അവിടെ നിന്ന് ചിരിക്കുന്നു.
അതുപോലെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷുഗർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറുപ്പത്തിലെ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും. അത് ആക്ച്വലി നമ്മൾ കോൺഷ്യസ് ആയി ഓക്കെ ഇത് ഉണ്ടാവണ്ട അല്ലെങ്കിൽ ബോഡിയിൽ ഇത് ഇന്ന മാറ്റങ്ങൾ വരുന്നു, അപ്പൊ നമ്മൾ ഷുഗർ കട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതിലേക്കൊക്കെ നമ്മളുണ്ട്. പണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കിട്ടുന്നത് ഒരു ബർത്ത്ഡേക്കൊക്കെ കേക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് അന്ന് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ മുഴുവൻ ഇരുന്നതാണ് നമ്മളത് കഴിക്കും. പണ്ട് ഈ പറഞ്ഞ പോലെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ മുഖത്താരെങ്കിലും തേച്ച അത്രയും കേക്ക് വേസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മള് അത് തേച്ച ആ കൊച്ചിന്റെ മുഖത്ത് വല്ല പിമ്പിളും വരുമില്ല അലർജി വരും, പിമ്പിള് വരും, അങ്ങനെ തേക്കുന്നത് ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കളയും. പണ്ട് അങ്ങനെയല്ല, എത്ര പേർക്ക് തിന്നാനുള്ള ദ്രോഹി എടുത്തായിരിക്കും ചോദിക്കുന്നത്. അത് സത്യമാണ്. നമുക്ക് ഫുഡിലും ഡ്രസ്സിലും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചാലും ഒക്കെ നമ്മളെല്ലാത്തിനുള്ളിലും പണ്ട് നമ്മളെല്ലാം ചാടിക്കേറി ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ഇപ്പം എല്ലാം നമ്മളൊന്ന് മയപ്പെടുത്തും. പണ്ട് ഇപ്പോൾ കോളേജിൽ നിന്ന് ട്രിപ്പ് മനാലിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്യൂട്ട് കേസിനകത്ത് എന്തൊക്കെ കാണും? പല നിറത്തിലുള്ള ഡ്രസ്സുകൾ കാണും. പെൺകുട്ടികളുടെ രണ്ടെണ്ണം എക്സ്ട്രാ രണ്ടൊന്നും അല്ല, അത് വേറെ ടോപ്പിക് തന്നെ എടുക്കേണ്ടി വരും അതിനെക്കുറിച്ച്. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ കാണും. ഇപ്പോഴാണെങ്കിലോ സ്വെറ്റർ മാത്രം പോരാ, ചെവി മൂടുന്ന സാധനം വേണം, കഴുത്തിൽ തണുപ്പടിക്കാതിരിക്കാനുള്ള സാധനം വേണം, ഉറങ്ങുമ്പോൾ പെടല് നേരെ ഇരിക്കണം, വളച്ചു വെച്ച് കിടന്നുറങ്ങിയാൽ തീരുള്ളൂ. അതുപോലെ ബൂട്ട്സ് ഇട്ടാൽ മാത്രം പോരാ, ഈ ബൂട്ട്സ് ഇട്ടിട്ടും ഈ ജീൻസ് ഇട്ടിട്ടും നമ്മൾ സ്നോയിൽ ഇറങ്ങി നടക്കുവാണെങ്കിൽ ഇത് നനയും. സ്നോ എന്ന് പറഞ്ഞാൽ ഐസാണല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇത് നനവും. അപ്പം നനഞ്ഞ സാധനം ഇട്ടുണ്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ മസിൽ കയറും, കാലിൽ നീര് വരും, കാല് തൂക്കിയിട്ട്. അതെ, അപ്പം നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സാധനം വേണം വാങ്ങിക്കാൻ, അകത്തോട്ട് കയറി പോവരുത് എന്നുള്ള സാധനം വരും. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ മെഡിസിൻ്റെ ഒരു പിന്നെ സ്റ്റൊമക് ക്യാപ്പ് സെറ്റ് ആവാതിരിക്കാനാണ്. അപ്പം ട്രിപ്പ് പോണതിന് മുമ്പ് പണ്ട് മേക്കപ്പിൻ്റെയും ഡ്രസ്സിൻ്റെയും ചെക്ക് ലിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം ഒരു മെഡിസിൻസിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റും കൂടെ വെക്കണം. കാരണം അവിടെ പോയിട്ട് ലൂസ് മോഷൻ വന്ന മെഡിസിൻ, ഇനി ലൂസ് മോഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്, മോശം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ, ഛർദ്ദിക്കാൻ വന്ന അതിൻ്റെ, ചൂടാണെങ്കിൽ സൺസ്ക്രീൻ, തണുപ്പാണെങ്കിൽ എന്താ പറയാ ലോഷൻ, എന്തെങ്കിലും ലോഷൻസ് വേണം, തെർമൽസ് വേണം, പിന്നെന്താ വിക്സ്, എവിടെ പോയാലും വിക്സ് വേണം. അത് വിക്സ് തേക്കുന്നത് മാത്രം പോരാ, മണക്കുന്നതും വേണം, ഇൻഹെയിലറും വേണം, ബാമും വേണം. പിന്നെ അത് പോരാഞ്ഞിട്ട് ആക്സ് ഓയിൽ വേണം, എന്തൊക്കെ വേണം. പിന്നെ വെള്ളം മാറി കുടിച്ചു കഴിഞ്ഞാൽ രാസാദിപ്പൊടി അടക്കം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ട്രിപ്പിൽ. എനിക്ക് എക്സാജറേഷൻ അല്ല, എൻ്റെ കയ്യിൽ എപ്പോഴും ജലദോഷം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആശുപത്രിയിൽ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ആദ്യത്തെ എൻ്റെ രണ്ടുമൂന്ന് പൊടിക്കൈ എന്ന് പറഞ്ഞാൽ പണ്ട് മമ്മിയൊക്കെ ചെയ്ത് തന്നിട്ടുന്ന സാധനം, ജലദോഷം വന്നാൽ രാസ്നാദി വെക്കുന്നത്. പണ്ട് അതിൻ്റെ സ്മെല്ല് പ്രശ്നമായിരുന്നു. ഇപ്പം നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജലദോഷമാണ്, ജലദോഷത്തിനുള്ളൊരു സാധ്യത, എന്നാൽ കുറച്ച് രാസ്നാദി തേച്ചിട്ട് കിടക്കാം എന്നതിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുറിവെണ്ണ, പിന്നെ തൈലം, ഇതെല്ലാം വീട്ടിൽ സ്റ്റോക്കായി തുടങ്ങി. വോളിനി ഇതൊന്നും ഇല്ലാതെ പോവാൻ പറ്റില്ല. കാല് വേദന എടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മൾ ഒരാൾ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ പോക്കാണ്, ആ ഡ്രസ്സ് എടുത്ത് ഒറ്റ പോക്കാണ്. പൈസ ഉണ്ടോ പോവാ, പൈസ ഉണ്ടോന്ന് പോലും എനിക്ക് തോന്നണേ ആരുടെ അടുത്തൊക്കെ ഉണ്ടാകും, പോകുന്ന വഴിക്ക് വിളിച്ചു പോയി ചോപ്പിക്കാന്നൊക്കെ. പക്ഷെ ഇപ്പം കൃത്യമായിട്ട് നമ്മളവിടെ ഇറങ്ങിയ ഹോട്ടലിന് ഇത്രയാകും, ട്രാവലിന് ഇത്രയാകും. അപ്പൊ നമ്മൾ കുറച്ച് ഷോർട്ടേജ് വന്നാൽ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കയ്യിൽ കരുതണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നണേ ഈ വൈബ് എന്താ പറയാ, തള്ള വൈബ് തന്ത വൈബ് എന്ന് പറയുന്നത് കുറെ കാര്യങ്ങള് ആലോചിക്കുന്നതിൻ്റെയാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഗോൾസ് ഒക്കെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് പണ്ട് നമുക്ക് എന്താവണം, അല്ലെങ്കിൽ ഞാൻ വലുതാവുമ്പോൾ ഇന്നതാവും, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനോട് ഇരിക്കുമ്പോൾ പറയില്ലേ, നമ്മൾ എത്ര വലുതായാലും ഈ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമുക്ക് ഒരുമിച്ചൊരു വലിയ വീടൊക്കെ എടുത്തിട്ട് അവിടെ ഒരു 10-12 റൂംസ് ഉണ്ടായിട്ട് ഓരോ റൂമിൽ ഓരോരുത്തർ താമസിക്കണം. പക്ഷെ നമ്മളിപ്പോൾ ആലോചിച്ച് നമ്മൾ പറയും നമ്മളങ്ങനെ ഒരുമിച്ച് താമസിക്കുകയൊന്നും വേണ്ട, ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യം. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പോലും കുറെ കൂടി ടോൺ ഡൗൺ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് മാറും. തോന്നിയിട്ടില്ലേ അങ്ങനെ? അതുപോലെ തന്നെ നമ്മളോട് പണ്ടൊക്കെ ടീച്ചേഴ്സൊക്കെ നമ്മൾ ഈ കൂട്ടുകൂടി നടക്കും, പഠിക്കാതിരിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങ് പോകും, ഒറ്റയ്ക്കാകും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റൂല, പിന്നെ എല്ലാം നമുക്ക് എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട് എന്ന്. പക്ഷെ ഇന്നൊരു ആവശ്യം വന്നിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ട്. അതായത് നമ്മൾ ചുരുങ്ങും, നമ്മുടെ ലോകം തന്നെ ചുരുങ്ങി ചുരുങ്ങി ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ മടിയാവും. അത് ഫോൺ അടിച്ച് തീർന്നു കഴിയുമ്പോൾ നമ്മൾ അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ മാത്രല്ലേ, ഈ യൂണിവേഴ്സിൽ കുറേ പേരുണ്ട്. അതുപോലെ നമ്മൾ ചുരുങ്ങി അന്ന് നമുക്കതിനെ എന്താ പറയുക, ടീച്ചർ അത് നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർ നമ്മളോട് പറയുന്നതിനെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ വളർന്നിരുന്ന പിള്ളേരോട് ഇത് പറയുമ്പോൾ അവർ ഇതേ സാധനം തിരിച്ചിടും, പിന്നെ നിങ്ങളെ പോലെ ഒന്നല്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം നമ്മൾ പലരോടും പറയാൻ തുടങ്ങി. ചില ടിപ്പൊക്കെ പോലെ, അതെ അധികം അങ്ങോട്ട് ഓവറായിട്ട് അറ്റാച്ച്ഡ് ഒന്നും ആവണ്ട കേട്ടോ, നാളെ ഇവനെങ്ങാനും ഇട്ടേച്ച് പോയാൽ നീ വിഷമിക്കേണ്ടി വരും. ഫ്രണ്ട്സിനോടായാലും അല്ല റിലേഷൻഷിപ്പിലാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂട്ടത്ര ശരിയല്ല കേട്ടോ. പ്ലീസിങ് നിർത്തിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇന്ന കാരണങ്ങൾ ശരിയാണ്, പീപ്പിൾ പ്ലീസിങ് ഉള്ള സാധനം കുറയും. എന്നിട്ട് നമ്മൾ പറയും നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ നമ്മൾ പറയും ഇന്ന കാരണങ്ങൾ കൊണ്ട് നിനക്കിത് സെറ്റാകാം, ഈ കാരണങ്ങൾ നിനക്കിത് സെറ്റാവത്തില്ല, അതുകൊണ്ട് നീ ഒരു ഡിസിഷൻ എടുക്ക്. നമ്മൾ ഡിസിഷൻ പണ്ട് നമ്മൾ എന്താ പറയാ, എടി ഇത് നിനക്ക് സെറ്റാവും, നീ ചെയ്യെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇതാണ് ഇതിന്റെ പോസിറ്റീവ്, ഇതാണ് ഇതിന്റെ നെഗറ്റീവ്, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് നമ്മൾ ഒപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് എന്താണെങ്കിലും കൊടുക്കും. പക്ഷെ ഡിസിഷൻ അവർക്ക് എടുക്കാം. അത് പണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ എല്ലാത്തിനും ചെയ്യിപ്പിക്കുമായിരുന്നു നിർബന്ധിച്ച്. അല്ല അവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വാ 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 എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുക. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫുഡാന്ന് പറഞ്ഞാൽ, ഇഷ്ടമില്ലാത്ത ഡ്രസ്സാന്ന് പറഞ്ഞാലൊക്കെ, അവർക്കിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി ആ കളർ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി എടുത്ത ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇഷ്ടം അതെനിക്ക് സെറ്റ് ആവൂല എന്ന് കൃത്യമായിട്ട് തന്നെ പറയാൻ തുടങ്ങി. ആളപ്പുറം നിൽക്കുന്ന ആൾക്ക് വേദനിക്കാതെ എന്നാൽ പ്ലീസ് ചെയ്യാതെ ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നത് പോലെ തന്നെ നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ മാറുന്നു പറഞ്ഞില്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടതാണ്, ഒരു കുഞ്ഞിക്കുട്ടി, 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ വന്നിട്ട്, ഗൈസ് എൻ്റെ അച്ഛൻ കാറ് വാങ്ങുകയാണ് ഗൈസ്, പക്ഷെ ഗൈസ് എൻ്റെ അച്ഛൻ ഇത്തവണ മൈലേജ് നോക്കിയാണ് ഗൈസ് കാറ് വാങ്ങുന്നത്, എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ് എന്ന് പറഞ്ഞിട്ടിരുന്ന സാധനം. അതായത് നമ്മള് ആയ കാലത്ത് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രീം കാർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്ന് പറയുന്നതല്ല നമ്മൾക്ക് ഇന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാറ് എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ഇന്നൊരു കാറ് വാങ്ങാൻ പോയാൽ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ പോക്കറ്റിൽ നിൽക്കുമോ, അതിൻ്റെ മെയിൻ്റനൻസ് എന്തോരം വരും, അതിന് മൈലേജ് എന്തോരം വരും, സർവീസ് ചെയ്ത് ഇറക്കേണ്ടി വന്നാൽ എത്ര വരും, പാർട്സ് അവൈലബിൾ ആണോ, റീസെയിൽ വാല്യൂ ഉണ്ടോ, ഇതൊക്കെ ആലോചിച്ചിട്ടേ ഇന്ന് നമ്മളൊരു വണ്ടി ചൂസ് ചെയ്യുള്ളൂ. അതിനൊക്കെയാണ് ഈ തന്ത വൈബ് എന്ന് പറയുന്നത്. അത് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ആലോചിക്കുന്നില്ലെങ്കിൽ അന്നത്തെ കുട്ടിയുടെ മെൻറ്റാലിറ്റി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കാറ് വാങ്ങിയാൽ നമ്മൾ കുത്തുവാലെടുത്ത് പോകും, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു റോങ് ഡിസിഷൻ ആയി പോകും അല്ലേ. അതെ, നമ്മൾ ഡിസിഷൻസ് കുറച്ചും കൂടെ ആലോചിച്ചിട്ട് എടുക്കാൻ തുടങ്ങും. അത് ഇത്തരം കാര്യങ്ങൾ ലൈഫിനെ കുറച്ചും കൂടെ പണ്ട്, അതുപോലെ തന്നെ നമ്മൾ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും നമ്മൾ പണ്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് ഒരു 20 തുടങ്ങുന്നത് പോലെ ആയിരിക്കും 25 കഴിയുമ്പോഴത്തേനും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതിലും, അത് ഏത് ഡിസിഷൻസ് ആണെങ്കിലും നമ്മൾ എടുക്കുകയും അതിനോട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ റോളുകൾ വല്ലാതെ മാറും. ഇപ്പം അതായത് നമ്മുടെ പാരൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും നമ്മൾ പറയില്ലേ, പണ്ട് മക്കൾ വിഷമിക്കണ്ട എന്ന് കരുതി പാരൻസ് പലതും പറയാതിരുന്നെങ്കിൽ ഇന്ന് തിരിച്ച് അവർ വിഷമിക്കണ്ട എന്ന് കരുതി നമ്മൾ പറയും, നമ്മൾ പലതും പറയാതിരിക്കും. പണ്ട് നമ്മളൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാൻ തിരിന്നുപോയി, ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല എന്നൊക്കെ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ നമുക്കതൊത്ര കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് വരുന്ന ആദ്യം ഉണ്ടല്ലോ, അയ്യോ അവർക്കൊന്നും വയ്യാണ്ടാവാൻ പറ്റത്തില്ല, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിങ്ങനെ അല്ല. നമുക്ക് ആ റോൾ ചേഞ്ച്, നമ്മള് അഡൾട്ട് ആവുകയും അവരൊരു ബേബീസിലേക്ക് ആ രീതിയിലേക്ക് അവര് മൊത്തത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത്, പണ്ട് നമ്മൾക്ക് തോന്നുക എന്തിനും ഓടിച്ചെല്ലാം നമുക്ക് അച്ഛനും അമ്മയുണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് അവരിപ്പം അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഇത് ഇന്ന പ്രശ്നം വന്നിട്ടുണ്ട്, നമ്മളിത് എങ്ങനെയാ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മളോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പോ മുതിർന്ന ഒരാളെ പോലെ ആക്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ പാരന്റ്സിന് പോലും നമുക്ക് തന്തവൈബുള്ളതായിട്ട് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്.
എന്ന് ആലോചിക്കുക, നമ്മളൊക്കെ ഇപ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴാണ് ഈ മൊബൈൽ കൂടുതൽ പ്രചാരത്തിൽ വരുന്നത്. അപ്പം നമുക്ക് മൊബൈൽ തരുമ്പോൾ കുറേ കണ്ടീഷനുണ്ട്. രാത്രി മൊബൈൽ നോക്കരുത്, മൊബൈലിൽ കാണുന്ന എല്ലാം ഒന്നും വിശ്വസിക്കരുത്, ഇൻ്റർനെറ്റിൽ കാണുന്ന വീഡിയോസ് എല്ലാം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഇതേ ആൾക്കാർ, ഇതേ അച്ഛനമ്മമാരാണ് ഇപ്പം ഇപ്പൊ അവരോട് നിങ്ങൾ ഫോൺ എടുത്ത് വെച്ചിട്ടൊന്ന് ഉറങ്ങുമൊന്ന് ഒച്ച കുറയ്ക്കുക, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഉണ്ട് അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എന്താ എനിക്ക് എന്തോ ഒരു ചെറിയ തലകറക്കം പോലെ തോന്നുന്നു. അപ്പൊ എൻ്റെ വായിൽ ആദ്യം വന്നത് കുറെ നേരം കൂടെ കിടന്ന് ഫോൺ നോക്ക് എന്നാണ്. പണ്ട് കാരണം സത്യമാണ്, ഞാൻ എപ്പോഴും ആലോചിക്കും അമ്മയാണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ടാണ് ഫോണൊക്കെ, അപ്പോൾ ആലോചിക്കും വല്ലാത്ത പൊസിഷനിൽ കിടന്ന് നോക്കുന്നത്. എൻ്റെ വായിൽ ആദ്യം വന്നിട്ട് ഞാൻ തന്നെ നിന്നങ്ങ് ചിരിക്കുക. അത് ആലോചിച്ച് നോക്കി. എൻ്റെ അമ്മയോട് ഞാൻ പറയാം കുറേ നേരം കൂടെ ഫോൺ നോക്കി, ഇല്ലാത്ത അസുഖമൊക്കെ. അതുപോലെ 12 വീട്ടിലൊക്കെ ചെന്ന് ലീവിനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മമ്മീൻ്റെ അടുത്തൊക്കെ കിടന്നാല് വീട്ടിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കിടക്കുമ്പോൾ ഫോണിന്റെ റീൽസ് കാണുന്നതിന്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ രാത്രി ഭയങ്കര സൈലൻസ് ആണ്. നമ്മൾ ആ സമയത്ത് ഫോണൊക്കെ സൈലന്റ് ആക്കി തലേണേന്റെ അടിയിലൊക്കെ കേക്ക് വെച്ചിട്ട് ഫുള്ള് റീൽ ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുക. ഞാൻ ഇനി റീചാർജ് ചെയ്ത് തരില്ല പണ്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് ഇപ്പൊ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് അവരിപ്പോ അതെ നമ്മൾ പണ്ട് നിന്നതിലേക്ക് അവര് മാറി തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഫേസ്ബുക്കിൽ ഒരു വാച്ച് കണ്ടിട്ട് ഓർഡർ ചെയ്തു. അതായത് ആമസോണും മിന്ത്ര ഒന്നും അല്ല കേട്ടോ, ബ്രാൻഡഡ് സാധനം ഒന്നും അല്ല. പുള്ളിക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് പുള്ളി ഓർഡർ ചെയ്തത് 5000 രൂപ എന്തോ ആയിരുന്നു വാച്ചിന്. അപ്പോൾ ഒരു പയ്യൻ വീട്ടിൽ കൊണ്ട് കൊടുത്തു. പയ്യൻ പോയി. മൂപ്പര് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഡൂക്കിലി സാധനം മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുമില്ല. അപ്പോൾ പുള്ളി അതിൽ കണ്ട നമ്പറിൽ വിളിച്ചു. സ്വാഭാവികമായിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല. മൂപ്പർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞാൽ ചീത്തവിളി കേൾക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞില്ല. മൂപ്പര് എന്ത് ചെയ്തു, മൂപ്പർക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു. മൂപ്പര് അതേ അവിടുന്ന് തന്നെ പോയി രണ്ടാമതൊരു വാച്ച് ഓർഡർ ചെയ്തു. അതിനുള്ള 5000 പുള്ളി കൊടുത്തു. എന്നിട്ട് ഡെലിവറി ചെയ്യാൻ വരുന്ന പയ്യനുണ്ടല്ലോ, അവൻ അവിടെ പിടിച്ചു നിർത്തി. രണ്ടാമതിനും പേയ്മെന്റ് ചെയ്തു. ഡെലിവറി ചെയ്യാൻ വരുന്ന പയ്യൻ അവിടെ പിടിച്ചു നിർത്തി. താനല്ലേ എനിക്ക് കഴിഞ്ഞ ആഴ്ച വാച്ച് കൊണ്ട് തന്നെ? അതെ സാർ, വാച്ച് വർക്ക് ചെയ്യുന്നില്ല. കോണ്ടാക്ട് നമ്പർ എടുക്കുന്നത്. സാറേ ഞാൻ ഡെലിവറിയാണ്, എനിക്കറിയാൻ പാടില്ല, സാറിന് വാച്ചാ വരണേന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീയാണ് കൊണ്ടു തന്നത്. അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവർക്ക് മെസ്സേജ് റിപ്ലൈ ഇല്ല, എനിക്ക് 10000 രൂപ തിരിച്ചു കിട്ടണം. എന്നിട്ട് അവിടെ മൊത്തം സീനാക്കി ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഈ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവൻ വെറും ഡെലിവറി ഏജന്റ് ആണ്, ഇവനല്ല അതിനുള്ള ആളെന്ന്. 10000 രൂപ ഇത്ര ആള് കൂടിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അറിയുന്നത്. ഫ്രണ്ട് വീട്ടിൽ ചെന്നിട്ട് അച്ഛന് നല്ല ചീത്ത പറഞ്ഞു. എന്നിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറയുമായിരുന്നു. ആലോചിക്ക്, പണ്ട് നമ്മളോട് പറഞ്ഞു നിന്ന് അത്രയും ബോധമൊലിപ്പൂർക്ക് ഇല്ലേന്ന്. പക്ഷെ വഴക്ക് പറയുമ്പോൾ ഉണ്ടല്ലോ ഉണ്ടാതിരുന്ന് കേൾക്കും, നമ്മൾ അന്നിരുന്ന് കേട്ടതുപോലെ. കാരണം അവർക്കറിയാം അവർ ചെയ്തത് മണ്ടത്തരായി പോയെന്ന്. ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കുക. രാത്രി 9 മണിക്കൊക്കെ നമ്മളോട് 9 മണിക്ക് ശേഷം ഫോൺ നോക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാർ പണിയെല്ലാം തീർത്ത് രാത്രി 9 മണിക്ക് കട്ടിലേക്ക് കിടന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കുക. ഫോണിന്റെ വെളിച്ചം മാത്രം കാണും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന്റെ. ഭയങ്കരമായിട്ട് നമ്മൾ പണ്ട് നമ്മളോട് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതിലേക്ക് അവരിപ്പോ വീണ്ടും ചെയ്യുന്ന ആ സാധനം, അത് നമ്മുടെ തന്ത വൈബാണോ അവിടുത്തെ തന്ത വൈബാണോ? അതാ പറഞ്ഞു, നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ തന്ത വൈബാണെങ്കിൽ നമ്മുടെ അച്ഛനും നമ്മുടെ തലമുറയ്ക്ക് പോലും നമ്മളിപ്പോ തന്ത വൈബിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജെൻസീസിന്റെ കേൾക്കണം, കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ നമ്മുടെ ജനറേഷന്റെ കേൾക്കണം, വരുന്ന ജനറേഷന്റെ കേൾക്കണം, കഴിഞ്ഞ ജനറേഷന്റെ കേൾക്കണം. എല്ലാവർക്കും നമ്മൾ തന്ത വൈബും തള്ള വൈബുമാണ്. പക്ഷേ ഈ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു പ്രായത്തിൽ മാത്രമുള്ളതല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നമുക്കറിയാം, പണ്ടും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും നമ്മുടെ കൂട്ടത്തിൽ 1 or 2 പേര് കാണും നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലാതെ കുറേ റെസ്പോൺസിബിളായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു ഗേൾസിൻ്റെ ഗ്യാങ്ങിൽ തന്നെ എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ കാണും, നമ്മൾ 3 മണിയാകുമ്പോൾ അവിടെ എത്തണം, ഇത്ര മണിക്ക് നമ്മൾ തിരിച്ചു പോരണം, നിങ്ങളുടെയൊക്കെ കയ്യിൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു 10 രൂപ എക്സ്ട്രാ വെച്ചേക്കണം, ഇത്ര ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ട് വരരുത്. അന്ന് നമ്മൾ അവളെ ചിലപ്പം മദർ ഹെൻ തള്ളക്കോഴി കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഇതെന്ത് വൈബ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രായമില്ല ഇതിന്. ഏത് പ്രായത്തിലും തന്ത വൈബും തള്ള വൈബും വരാം. സിറ്റുവേഷൻ കൊണ്ടും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചിലർ അവരുടെ സാഹചര്യം കൊണ്ട് 20കളിലോ 20ന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ ആവുന്നത് ചിലപ്പം 25-ലായിരിക്കും ഞാനൊക്കെ ആയിട്ടുണ്ടാവുക. ചിലപ്പോൾ വരുന്നത് ചിലർ 30-ലായിരിക്കാം. അതെനിക്കൊന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. ചിലർക്ക് നമ്മുടെ ഇപ്പം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് നേരത്തെ മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന കുട്ടികൾ
കൂട്ടുകാർ നമുക്കുണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേഗം അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റിട്ട് അപ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഫുഡ് കളയുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയാൽ 5 മണിക്ക് മുന്നേ വീട്ടിൽ വരണം എന്നൊക്കെ അന്നേ പറയുന്ന കൂട്ടുകാർ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മൂത്ത ആള്, ഇപ്പം സിബ്ലിങ്സിൽ മൂത്ത ആള് ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇളയാള് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ചേട്ടനൊക്കെ ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിട്ടില്ല, അല്ല ഇളയാളാണ്, ഏറ്റവും ഇളയാളാണ്. അപ്പോൾ നമ്മള് എല്ലായിടത്തുനിന്നും ഒരു ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. അതായത് ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ അമ്മേന്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ ചേട്ടന്റെ അടുത്ത് പോയിട്ട് നമുക്കത് നേടാം, അല്ല ചേച്ചീന്റെ അടുത്ത് പോയിട്ട് മേടിക്കാം. അപ്പൊ അവര് അനുഭവിച്ച സാധനങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ചേട്ടൻ ഒരു 20ന്റെ തുടക്കത്തിലൊക്കെ മെച്ചുവേർഡായി ബിഹേവ് ചെയ്തത് ഞാനത് ചെയ്തിട്ടേ ഇല്ല. ചേട്ടൻ 20 വയസ്സിലെ തന്തവൈബായിട്ട് നമ്മൾ പൈസ ചോദിച്ചാൽ അന്നൊക്കെ ചോദിച്ചാൽ എന്തിനാണെന്നും അടക്കം എത്ര രൂപ വേണം, എത്ര രൂപ ബാലൻസ് ഉണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ഈ അച്ഛനെയും അമ്മേനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയാലും നമുക്ക് നമ്മുടെ എൽഡർ സിബ്ലിങ്സിനെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഏറ്റവും ഇളയതായിരിക്കും, കിട്ടുന്ന പാമ്പറിംഗ് ഉണ്ട്. അതുപോലെ നമ്മൾ വളർന്നു എന്ന് ഒരിക്കലും അംഗീകരിക്കത്തില്ല. പക്ഷെ അന്ന് ഒരു സ്ഥലത്ത് പോവാണ്, കൂട്ടുകാരിന്റെ വീട്ടിൽ പോവാണെങ്കിൽ അന്ന് മമ്മീനോടും പപ്പേനോടും നമുക്ക് കൂട്ടുകാരിയുടെ വീട്ടിൽ പോകും, എല്ലാരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ചേട്ടനോടോ ചേച്ചിനോടാണെങ്കിൽ എപ്പം പോകും, ഏത് ബസ്സിലാരി ആ കൂട്ടുകാരുടെ വീട്ടിലുള്ള അവളെന്ന് പറഞ്ഞാൽ ഇന്നടുത്ത് വീടുള്ള അവന്റെ പെങ്ങളല്ലേ, അല്ലെങ്കിൽ ഇവളുടെ ആങ്ങളെ അല്ലേ, ഇതല്ലേ ആള്. ഏത് ബസ്സിന് പോകും, എത്ര മണിക്ക് അവിടെ എത്തും, അവിടെ എന്താണ് പരിപാടി, എത്ര മണിക്ക് തിരിച്ചു വരും, എത്ര മണിക്ക് വീട്ടിൽ വരും, തിരിച്ചു വരുമ്പോ ആരൊക്കെ ഉണ്ടാകും, നിന്റെ ഏതൊക്കെ കൂട്ടുകാരുണ്ട്. ഇപ്പൊ വീട്ടിൽ വിളിച്ചു പറഞ്ഞ ഇപ്പൊ ബ്ലോക്ക് ആയി പോയി, ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ ആ റൂട്ടിൽ ഏത് ബ്ലോക്ക് എന്ന് ചേട്ടനോ ചേച്ചിയോ ആയിരിക്കും ചോദിക്കാൻ വരുന്നത്. അതെ. അതായത് അന്നേ മെച്ചുവേർഡ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഇത്ര ഇൻഫ്ലുവൻസ് വന്നതുകൊണ്ടാണ് ഈ വാക്ക് ഇത്രയും. പക്ഷേ ഈ വാക്ക് പലയിടത്തും നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നില്ല അതൊരു നെഗറ്റീവ് ടോണുള്ള സാധനമാണെന്ന്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ കുറേയും കൂടി സമാധാനത്തിനും നമ്മുടെ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ളൊരു ലൈഫിനും, അല്ലെങ്കിൽ അടുക്കും ചുറ്റോടു കൂടി ജീവിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നമ്മളെ എത്തിക്കുന്ന ഒരു ഫേസാണ് ഈ പറയുന്ന തന്തവൈബ് അല്ലെങ്കിൽ തള്ളവൈബ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും തന്തവൈബ് എന്നുള്ളതിന് റെഡ് ഇങ്കിൽ ക്രോസ് ഇട്ടിട്ട് വൈബ് തന്ത എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്, പ്രായം ഇതിനൊരു മാറ്ററേ അല്ല. അപ്പോൾ നമ്മളൊരാളെ തന്തവൈബ് എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും തള്ളവൈബ് എന്ന് വിളിക്കുമ്പോൾ അവരാ വിളിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ കോളാണല്ലോ. എന്നെ വിളിക്കുമ്പോൾ ഞാനത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. എന്തായാലും വിളിക്കാൻ നിൽക്കണ്ട. അതായത് ഞാൻ എല്ലാ കാര്യങ്ങളെയും മെച്ചുവേർഡ് ആയിട്ട് കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു സാധനം.